Hi everyone, I am Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. പൈത്തൺ ഫൗണ്ട്. പൈത്തൺ എന്നർത്ഥം പെരുമ്പാമ്പ് എന്നുള്ള അർത്ഥമാണ്. പൈത്തൺ ഫൗണ്ട് പെരുമ്പാമ്പിനെ കണ്ടെത്തി. സാധാരണയായിട്ട് പത്രങ്ങളുടെ തലക്കെട്ടുകളിൽ ഓക്സിലറി വെർബുകൾ നൽകാറില്ല. ഇവിടെ ഇത് പെരുമ്പാമ്പിനെ കണ്ടെത്തി എന്ന് അർത്ഥം കിട്ടണമെങ്കിൽ ഇങ്ങനെ വായിക്കണം. പൈത്തൺ വാസ് ഫൗണ്ട്. പെരുമ്പാമ്പിനെ കണ്ടെത്തി. എമംഗ് എന്നാൽ അതിനിടയിൽ. എമംഗ് പ്ലാസ്റ്റിക് വേസ്റ്റ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കിടയിൽ പെരുമ്പാമ്പിനെ കണ്ടെത്തി. പൈത്തൺ വാസ് ഫൗണ്ട് എമംഗ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ കേരള. കേരളത്തിലാണ് സംഭവം. സാനിറ്റേഷൻ വർക്കേഴ്സ് എന്നാൽ ജോലിക്കാർ. സാനിറ്റേഷൻ എന്നാൽ ശുചീകരണം എന്നുള്ള അർത്ഥമാണ്. സാനിറ്റേഷൻ വർക്കേഴ്സ് ശുചീകരണ തൊഴിലാളികൾ. സീക്ക് ആക്ഷൻ എന്നാൽ നടപടി ആവശ്യപ്പെടുന്നു. കേരളത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കിടയിൽ ഒരു പെരുമ്പാമ്പിനെ കണ്ടെത്തി. ഇതിനെതിരെ നടപടിയെടുക്കണമെന്ന് ശുചീകരണ തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. ഇവിടെ ആവശ്യപ്പെട്ടു എന്ന് അർത്ഥം കിട്ടണമെങ്കിൽ സാനിറ്റേഷൻ വർക്കേഴ്സ് സോട്ട് എന്ന് വായിക്കണം. സീക്ക് എന്നാൽ തേടുക, അതിൻ്റെ പാസ്റ്റാണ് സോട്ട്. സോട്ട് ആക്ഷൻ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. കോഴിക്കോട് എ ഗ്രൂപ്പ് ഓഫ് വിമൻ ഒരു സംഘം സ്ത്രീകൾ. സാനിറ്റേഷൻ വർക്കേഴ്സ് ശുചീകരണ തൊഴിലാളികളായിട്ടുള്ള ഒരു കൂട്ടം സ്ത്രീകൾ. അറ്റാച്ച്ഡ് ടു ഹരിതകർമ്മ സേന. അറ്റാച്ച്ഡ് എന്നാൽ ഇവിടെ നിയോഗിക്കപ്പെട്ട എന്നുള്ള അർത്ഥം. ഹരിതകർമ്മ സേനയിൽ ജോലിക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടം ശുചീകരണ തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകൾ. ഹാഡ് എ നാരോ എസ്കേപ്പ് എന്നാൽ തലനാരിയേക്ക് രക്ഷപ്പെടുക എന്നുള്ള അർത്ഥം. ഹാഡ് എ നാരോ എസ്കേപ്പ് തലനാരിയേക്ക് രക്ഷപ്പെട്ടു. വലിയ അപകടത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ആഫ്റ്റർ അതിനുശേഷം എ പൈത്തൺ വാസ് ഫൗണ്ട് ഒരു പെരുമ്പാമ്പിനെ കണ്ടെത്തി. എമംഗ് പ്ലാസ്റ്റിക് വേസ്റ്റ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കിടയിൽ. ഡ്യൂറിങ് എന്നാൽ അതിനിടയിൽ. ഡ്യൂറിങ് സെഗ്രിഗേഷൻ എന്നാൽ വേർപ്പെടുത്തുക എന്നുള്ള അർത്ഥമാണ്. ഈ മാലിന്യങ്ങൾക്കിടയിൽ നിന്ന് പ്ലാസ്റ്റിക് മറ്റുള്ള വസ്തുക്കളൊക്കെ വേർതിരിക്കുക. ഡ്യൂറിങ് സെഗ്രിഗേഷൻ വേർതിരിക്കുന്നതിനിടയിൽ. അറ്റ് കൊയിലാണ്ടിയിൽ. ഇൻ ദിസ് ഡിസ്ട്രിക്റ്റ് ഈ ജില്ലയിൽ, കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിലാണ് സംഭവം. ഒഫീഷ്യൽസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഓൺ സാറ്റർഡേ ശനിയാഴ്ച. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരംതിരിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ ഒരു പെരുമ്പാമ്പിനെ കണ്ടെത്തി. ഹരിതകർമ്മസേനയുമായി ബന്ധപ്പെട്ട് അതിൽ ജോലി ചെയ്യുന്ന ഒരു കൂട്ടം വനിതാ ശുചീകരണ തൊഴിലാളികൾ തലനാരിയക്ക് വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു ശനിയാഴ്ച ഉദ്യോഗസ്ഥർ പറഞ്ഞു. ദ വർക്കേഴ്സ് ജോലിക്കാർ. ആരോപിച്ചു. ദ സ്നേക്ക് ഹാഡ് ബീൻ ടൈഡ് പാമ്പിനെ കെട്ടിയിട്ടതായിരുന്നു. ഇൻസൈഡ് എ പ്ലാസ്റ്റിക് ബാഗ് ഒരു പ്ലാസ്റ്റിക് കവറിന് അകത്ത്. ഡിസ്കാർഡ് എന്നാൽ ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥമാണ്. ഡിസ്കാർഡ് ഉപേക്ഷിക്കപ്പെട്ടു. പാമ്പിനെ ഒരു പ്ലാസ്റ്റിക് ബാഗിനുള്ളിൽ കെട്ടിയിട്ട് ഉപേക്ഷിച്ചതാണെന്ന് തൊഴിലാളികൾ ആരോപിച്ചു. ദി ഇൻസിഡൻറ്റ് ഈ സംഭവം. സംഭവിച്ചത്. ദി ഇൻസിഡൻറ്റ് ഒക്കേർഡ് ഈ സംഭവം സംഭവിച്ചത്. റീസൺലി എന്നാൽ അടുത്തിടെ എന്നുള്ള അർത്ഥമാണ്. ഈയിടെയായിട്ടാണ് ഈ സംഭവം സംഭവിച്ചത്. വെൻ ആ സമയത്താണ് സംഭവിച്ചത്. ദ വർക്കേഴ്സ് ജോലിക്കാർ ശുചീകരണ തൊഴിലാളികൾ. വേർ സെഗ്രിഗേറ്റ് എന്നാൽ വേർതിരിക്കുക. വെൻ ദ വർക്കേഴ്സ് വേർ സെഗ്രിഗേറ്റിംഗ് പ്ലാസ്റ്റിക് വേസ്റ്റ് ശുചീകരണ തൊഴിലാളികൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ സംഭവം സംഭവിച്ചത്. അടുത്ത കാലത്ത്. കളക്റ്റഡ് എന്നാൽ ശേഖരിക്കപ്പെട്ട. ഫ്രം വേരിയസ് വാർഡ്സ് എന്നാൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള വാർഡുകളിൽ നിന്നും ശേഖരിക്കപ്പെട്ട പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. വേരിയസ് വാർഡ്സ് അറ്റ് എ മ്യൂണിസിപ്പൽ കളക്ഷൻ സെൻറ്റർ. മ്യൂണിസിപ്പൽ എന്നാൽ പട്ടണഭരണമായ എന്നുള്ള അർത്ഥം. നഗരഭരണസഭയെ സംബന്ധിച്ച. മ്യൂണിസിപ്പൽ കളക്ഷൻ സെൻറ്റർ നഗരസഭയുടെ ശേഖരണ കേന്ദ്രം. നഗരസഭയുടെ
മാലിന്യ ശേഖരണ കേന്ദ്രം, അതാണ് മ്യൂണിസിപ്പൽ കളക്ഷൻ സെൻറ്റർ. അടുത്തിടെ നഗരസഭയുടെ ശേഖരണ കേന്ദ്രത്തിൽ വിവിധ വാർഡുകളിൽ നിന്ന് ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരം തിരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത്. ആസ് എന്നാൽ ആ സമയത്ത്, അപ്പോൾ ഇതൊക്കെയാണ് അർത്ഥം. ആസ് ദേ ഓപ്പൺഡ്, അവർ തുറന്ന സമയത്ത്, വൺ ഓഫ് ദ ബാഗ്സ്, ബാഗുകളിൽ ഒരു ബാഗ് ശുചീകരണ തൊഴിലാളികൾ തുറന്ന സമയത്ത്, ദ പൈത്തൺ, പെരുമ്പാമ്പ്, സഡൻലി, പെട്ടെന്ന്, എമേർജ് എന്നുള്ള അർത്ഥം പുറത്തു വരിക എന്നുള്ള അർത്ഥം. ഇവിടെ അർത്ഥം പുറത്തു വരിക എന്നുള്ള അർത്ഥമാണ്. ദ പൈത്തൺ സഡൻലി എമേർജ്ഡ്, ആ പെരുമ്പാമ്പ് പെട്ടെന്ന് പുറത്തു വന്നു. ട്രിഗറിങ് പാനിക് എന്നാൽ ഭീതി. ട്രിഗറിങ് പാനിക്, പരിഭ്രാന്തി സൃഷ്ടിച്ചു, ഭീതി പരത്തി. എമംഗ് ദ വർക്കേഴ്സ്, ജോലിക്കാർക്കിടയിൽ, ആ ശുചീകരണ തൊഴിലാളികൾക്കിടയിൽ. അവർ ബാഗുകളിലൊന്ന് തുറന്ന സമയത്ത് അതിൽ നിന്നും പെരുമ്പാമ്പ് പെട്ടെന്ന് പുറത്തു വന്നു. ഇതോടെ തൊഴിലാളികൾക്കിടയിൽ പരിഭ്രാന്തി പടർന്നു. ദ ഹരിതകർമ്മ സേന മെമ്പേഴ്സ് എന്നാൽ അംഗങ്ങൾ. ദ ഹരിതകർമ്മ സേന മെമ്പേഴ്സ്, ഹരിതകർമ്മസേനയിലെ അംഗങ്ങൾ. ആരോപിച്ചു. അലേജ്ഡ് ദാറ്റ്, അവർ ആരോപിച്ചു. ദ സ്നേക്ക് ഹാഡ് ബീൻ ഡെലിബറേറ്റ്ലി ടൈഡ്. ഡെലിബറേറ്റ്ലി എന്നാൽ അർത്ഥം മനഃപൂർവ്വം എന്നുള്ള അർത്ഥമാണ്, കരുതിക്കൂട്ടി. ടൈഡ് എന്നാൽ കെട്ടിയിട്ട. ദ സ്നേക്ക് ഹാഡ് ബീൻ ഡെലിബറേറ്റ്ലി ടൈഡ് ഇൻസൈഡ് ദ പ്ലാസ്റ്റിക് ബാഗ്. പ്ലാസ്റ്റിക് ബാഗിനുള്ളിൽ പാമ്പിനെ മനഃപൂർവ്വം കെട്ടിയിട്ടതാണ്. വിത്ത് വയർ, ഒരു വയർ ഉപയോഗിച്ച്. ആൻഡ് ഡിസ്കാർഡഡ്, എന്നിട്ട് അതിനെ ഉപേക്ഷിച്ചു. അലോങ് വിത്ത് പ്ലാസ്റ്റിക് വേസ്റ്റ്, അലോങ് വിത്ത് എന്നാൽ കൂടെ എന്നുള്ള അർത്ഥമാണ്. അലോങ് വിത്ത് പ്ലാസ്റ്റിക് വേസ്റ്റ്, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കിടയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ കൂടെ പാമ്പിനെ ഉപേക്ഷിച്ചു. പാമ്പിനെ മനഃപൂർവ്വം വയർ ഉപയോഗിച്ച് ഒരു പ്ലാസ്റ്റിക് ബാഗിനുള്ളിൽ കെട്ടിയിട്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കൊപ്പം ഉപേക്ഷിച്ചതാണെന്ന് ഹരിതകർമ്മ സേനാംഗങ്ങൾ ആരോപിച്ചു. വി കളക്ട്, ഞങ്ങൾ ശേഖരിക്കുന്നു. പ്ലാസ്റ്റിക് വേസ്റ്റ്, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. ഫ്രം ഹൗസ് ഹോൾഡ്സ്, വീടുകളിൽ നിന്നും. ഹൗസ് ഹോൾഡ് എന്നാൽ വീട്. ഫ്രം ഹൗസ് ഹോൾഡ്സ്, വീടുകളിൽ നിന്നും. ഇൻ ഡിഫറെൻറ്റ് വാർഡ്സ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള വാർഡുകളിൽ നിന്നും. ആൻഡ് സ്റ്റോർ, എന്നിട്ട് അത് സൂക്ഷിക്കുന്നു. അത് ആ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. അറ്റ് എ റോഡ് സൈഡ് കളക്ഷൻ പോയിൻറ്റ്. റോഡ് സൈഡ് കളക്ഷൻ പോയിൻ്റ് എന്നാൽ റോഡിൻ്റെ അരികിലുള്ള ശേഖരണ കേന്ദ്രം. അവിടേക്ക് കൊണ്ടുപോകുന്നു. ടേക്ക് ഇറ്റ് എന്നാൽ കൊണ്ടുപോകുന്നു. ഫോർ സെഗ്രിഗേഷൻ, തരംതിരിക്കാൻ വേണ്ടി. ഞങ്ങൾ വിവിധ വാർഡുകളിലെ വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് റോഡരികിലുള്ള ശേഖരണ കേന്ദ്രത്തിൽ സൂക്ഷിക്കുന്നു. പിന്നീട് അത് തരംതിരിക്കാനായി ശേഖരണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. ആ സമയത്ത്. വെൻ വി ഓപ്പൺഡ്, ഞങ്ങൾ തുറന്ന സമയത്ത്. ദ ബാഗ് അറ്റ് ദ സെൻറ്റർ, തരംതിരിക്കുന്ന കേന്ദ്രത്തിൽ വച്ച് ഞങ്ങൾ ആ പ്ലാസ്റ്റിക് ബാഗ് തുറന്ന സമയത്ത്. ദ പൈത്തൺ കെയിം ഔട്ട്, ആ പെരുമ്പാമ്പ് പുറത്തേക്ക് വന്നു. കെയിം ഔട്ട് എന്നാൽ പുറത്തേക്ക് വന്നു. വി ബിലീവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു. സംവൺ, ഒരാൾ. ഡെലിബറേറ്റ്ലി, മനഃപൂർവ്വം. ഡംപ് എന്നാൽ ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥമാണ്. ഡെലിബറേറ്റ്ലി ഡംപ്ഡ്. വി ബിലീവ് സംവൺ ഡെലിബറേറ്റ്ലി ഡംപ്ഡ് ഇറ്റ് ദർ എന്നാൽ അവിടെ, ആ ശേഖരണ കേന്ദ്രത്തിൽ, തരംതിരിക്കുന്ന കേന്ദ്രത്തിൽ. ആരോ മനഃപൂർവ്വം, ഏതൊരു വ്യക്തി മനഃപൂർവ്വം അതിനെ അവിടെ ഉപേക്ഷിച്ചതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വൺ ഓഫ് ദ വർക്കേഴ്സ്, ജോലിക്കാരിൽ ഒരാൾ, ശുചീകരണ തൊഴിലാളികളിൽ ഒരാൾ. ടോൾഡ്, പറഞ്ഞു. ടോൾഡ് ടെലിവിഷൻ ചാനൽ, ശുചീകരണ തൊഴിലാളികളിൽ ഒരു തൊഴിലാളി ഒരു ടെലിവിഷൻ ചാനലിനോട് പറഞ്ഞു. ആരോ മനഃപൂർവ്വം അതിനെ അവിടെ ഉപേക്ഷിച്ചതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദ വർക്കേഴ്സ് സെഡ്, ജോലിക്കാർ, ശുചീകരണ തൊഴിലാളികൾ. സെഡ്, പറഞ്ഞു. ദേ എസ്കേപ്ഡ്, അവർ രക്ഷപ്പെട്ടു. വിത്തൗട്ട് ബീയിങ് ബിറ്റൺ, കടിയേൽക്കാതെ. ദ വർക്കേഴ്സ് സെഡ് ദേ എസ്കേപ്ഡ് വിത്തൗട്ട് ബീയിങ് ബിറ്റൺ, കടിയേൽക്കാതെ രക്ഷപ്പെട്ടെന്ന് അവർ, ശുചീകരണ തൊഴിലാളികൾ പറഞ്ഞു. ആൻഡ് ലോഡ്ജ് എ കംപ്ലൈൻറ്റ്. ലോഡ്ജ് എ കംപ്ലൈൻറ്റ് എന്നാൽ പരാതി നൽകുക എന്നുള്ള അർത്ഥമാണ്.
ലോഡ്ജ്ഡ് എ കംപ്ലൈൻറ്റ്, ഒരു പരാതി നൽകി, പരാതി സമർപ്പിച്ചു. വിത്ത് ദ കൊയിലാണ്ടി മുനിസിപ്പാലിറ്റി ആൻഡ് പോലീസ്. മുനിസിപ്പാലിറ്റി സ്വയം ഭരണാധികാര കേന്ദ്രം, സ്വയം ഭരണാധികാര പ്രദേശം. നഗരാധിപത്യം, നഗരസഭ, ഇതൊക്കെയാണ് അർത്ഥം. സീക്കിംഗ് ആക്ഷൻ, സീക്ക് എന്നാൽ തേടുക, സീക്കിംഗ് ആക്ഷൻ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട്. എഗെയിൻസ്റ്റ് എതിരായിട്ട്, എഗെയിൻസ്റ്റ് ദോസ് റെസ്പോൺസിബിൾ. റെസ്പോൺസിബിൾ എന്നാൽ ഉത്തരവാദികളായ എന്നുള്ള അർത്ഥമാണ്. ദോസ് റെസ്പോൺസിബിൾ ഉത്തരവാദികളായ, ആ പാമ്പിനെ അവിടെ കൊണ്ട് ഉപേക്ഷിച്ച ആളുകൾ എന്നുള്ള അർത്ഥമാണ്. എഗെയിൻസ്റ്റ് എന്നാൽ എതിരായിട്ട്. തൊഴിലാളികൾ പറഞ്ഞു, ശുചീകരണ തൊഴിലാളികൾ പറഞ്ഞു, പാമ്പിൻ്റെ കടിയേൽക്കാതെ രക്ഷപ്പെട്ടു. ആ സംഭവത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് അവർ കൊയിലാണ്ടി നഗരസഭയിലും പോലീസിലും പരാതി നൽകി. ദ ഹരിതകർമ്മസേന കംപ്രൈസസ്. കംപ്രൈസ് എന്നാൽ ഉൾക്കൊള്ളുക എന്നുള്ള അർത്ഥമാണ്. അടങ്ങിയിരിക്കുക, ഉൾപ്പെടുക, ഇതൊക്കെയാണ് അർത്ഥം. ദ ഹരിതകർമ്മസേന കംപ്രൈസസ് വിമൻ സാനിറ്റേഷൻ വർക്കേഴ്സ്. സ്ത്രീകളായിട്ടുള്ള ശുചീകരണ തൊഴിലാളികൾ. എൻഗേജ്ഡ് ബൈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു കലക്ട്. എൻഗേജ്ഡ് ബൈ എന്നാൽ നിയോഗിക്കപ്പെട്ട, നിയോഗിച്ച. എൻഗേജ്ഡ് ബൈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു കലക്ട്, ശേഖരിക്കാൻ വേണ്ടി. സെഗ്രിഗേറ്റ് ആൻഡ് സയൻറ്റിഫിക്കലി ഡിസ്പോസ്. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നുള്ള അർത്ഥം. കലക്ട് എന്നാൽ ടു കലക്ട് എന്നാൽ ശേഖരിക്കാൻ വേണ്ടി. സയൻറ്റിഫിക്കലി ഡിസ്പോസ്, സയൻറ്റിഫിക്കലി എന്നാൽ ശാസ്ത്രീയമായി. ഡിസ്പോസ്, സയൻറ്റിഫിക്കലി ഡിസ്പോസ്. ഡിസ്പോസ് എന്നാൽ സംസ്കരിക്കുക എന്നുള്ള അർത്ഥം. സയൻറ്റിഫിക്കലി ഡിസ്പോസ് ശാസ്ത്രീയമായി സംസ്കരിക്കുക. സയൻറ്റിഫിക്കലി ഡിസ്പോസ് ഓഫ് ഹൗസ് ഹോൾഡ് വേസ്റ്റ്. വീട്ടിൽ നിന്നും ലഭിക്കുന്ന, വീട്ടിലുള്ള മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംസ്കരിക്കുക, ശാസ്ത്രീയമായി സംസ്കരിക്കുക. അക്രോസ് കേരള, കേരളത്തിൽ ഉടനീളം. സെഗ്രിഗേറ്റ് എന്നാൽ വേർതിരിക്കുക. കേരളത്തിലുടനീളമുള്ള വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ശേഖരിക്കാനും തരംതിരിക്കാനും ശാസ്ത്രീയമായി സംസ്കരിക്കാനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിയോഗിച്ച വനിതാ ശുചീകരണ തൊഴിലാളികളുടെ സംഘമാണ് ഹരിതകർമ്മസേന.